Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ഡിവൈസിൽ ഡെവലപ്പർ ബീറ്റ പ്രൊഫൈൽ iOS 14 ഡെവലപ്പർ ബീറ്റ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. ഞാൻ പേഴ്സണലി എൻ്റെ സജഷൻ പറയുവാണെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് പ്രൈമറി ഡിവൈസിൽ ഈ ഒരു ബീറ്റ റൺ ചെയ്യാൻ പറയത്തില്ല. നിങ്ങൾക്കൊരു സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണും പൂട്ടി ഇത് റൺ ചെയ്തു. അതോടൊപ്പം തന്നെ ഇത് ഡെവലപ്പർ ബീറ്റ ആണ്, ഇത് പബ്ലിക് ബീറ്റ അല്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ജൂലൈ 1 അല്ലെങ്കിൽ ജൂലൈ ആദ്യം തന്നെ പബ്ലിക് ബീറ്റ റിലീസ് ചെയ്യും. അപ്പം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ബീറ്റയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ അഭിപ്രായം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജൂലൈയിൽ ഇറങ്ങാൻ പോകുന്ന പബ്ലിക് ബീറ്റയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഈ ഒരു ഡെവലപ്പർ ബീറ്റ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊഫൈൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതേപോലെ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ നിങ്ങൾ മറക്കാനായി വിളിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആപ്പിൾ മലയാളം ഒഫീഷ്യൽ എന്നാണ്. അത് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ go follow me on Instagram, link is in the description and let's roll. അപ്പം വീഡിയോയുടെ ഈ ഒരു പോർഷൻ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ടെനോർഷെയർ ആണ്. ടെനോർഷെയറിൻ്റെ ഐബൂട്ട് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഫോൺ റിക്കവറി മോഡിലോ അല്ലെങ്കിൽ അതുപോലത്തെ ബൂട്ട് ലൂപ്പിലോ പെടുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിക്കവർ ചെയ്തെടുക്കാനാണ്, അതും വിത്തൗട്ട് നീഡ് ഡേറ്റ ലോസ്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ബോത്ത് വിൻഡോസ് ആൻഡ് മാക് യൂസേഴ്സിന് അവൈലബിൾ ആണ്. അപ്പം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇതിൽ വളരെ വ്യക്തമായിട്ടെല്ലാം കാണിച്ചിട്ടുണ്ട്. നമുക്ക് റിക്കവറി മോഡിൽ എക്സിറ്റ് ചെയ്യാനും എൻട്രി ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ റീസ്റ്റോർ ചെയ്യണം എന്നൊക്കെ ഒരു ഇഷ്യൂ വരുവാണെങ്കിൽ നമ്മുടെ ഫോൺ ബാക്കപ്പ് ചെയ്തതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ഒരു പ്രയാസം കൂടാതെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിക്കവറി മോഡിൽ കയറി നമുക്ക് ഫുൾ റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതേപോലെ തന്നെ ഏകദേശം 50+ iOS തക്കുകൾ, അതേപോലെ തന്നെ നമ്മൾ ഐറ്റ്യൂൺസിൽ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് കുറേ ഇഷ്യൂസ്, കുറേ എററുകളൊക്കെ വരാറുണ്ട്. ആ എററൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പം iOS 10, 11, 12, 13 എല്ലാ യൂസേഴ്സും അല്ലെ എല്ലാ ഡിവൈസുകൾക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യണം. പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ ഡെവലപ്പർ ബീറ്റ കാരണം ഡെവലപ്പേഴ്സിന് മാത്രമേ ലഭിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഡെവലപ്പർ പോർട്ടലിൽ കയറി ഈ ഒരു പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാണ്. അപ്പം ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് ആപ്പിനകത്ത് സേവ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ ഫോണിൻ്റെ പ്രൊഫൈൽസ് ആൻഡ് ഡിവൈസ് മാനേജ്മെൻറ്റിലേക്ക്. അപ്പോൾ ഫോണിൽ തന്നെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെങ്കിൽ ഡയറക്റ്റ് അതിൽ ഓപ്പൺ ആയിക്കോളും. ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് ആപ്പിനകത്ത് സേവ് ചെയ്യാം. ഇവിടെ ഞാൻ ഈ ഫയൽസ് ആപ്പിനകത്താണ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. അപ്പം ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റിവ്യൂ ദ പ്രൊഫൈൽ എന്ന് പറഞ്ഞ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ സെറ്റിംഗ്സിൽ കയറുക. സെറ്റിംഗ്സ് കയറുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇത് ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും ടോപ്പിൽ പ്രൊഫൈൽ ഡൗൺലോഡഡ് എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് അത് പ്രൊഫൈലിലേക്ക് പോകും. ഇവിടെ ഈ ഒരു പ്രൊഫൈൽ, അതായത് ഈ ഒരു പ്രൊഫൈൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ സെറ്റിംഗ്സിൽ ആദ്യമേ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ജനറൽസിൽ പോവുക. ജനറൽസ് ഏറ്റവും താഴെ പോകുമ്പോൾ പ്രൊഫൈൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ പ്രൊഫൈലും കാണാം. അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി iOS 14 ബീറ്റ ഓൾറെഡി ഞാൻ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെയാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത പ്രൊഫൈൽ കാണുന്നത്. അപ്പോൾ പ്രൊഫൈൽ ഇൻസ്റ്റാൾ ആയിട്ടില്ല, ജസ്റ്റ് അതിനകത്ത് വന്നേ ഉള്ളൂ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മേളിൽ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിവൈസിൻ്റെ പാസ്വേഡ് അടിക്കാൻ ചോദിക്കും. അപ്പോൾ വൺസ് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് അടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക, ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അതായത് ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ വെരിഫൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് ഇങ്ങനെ കാണിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഏകദേശം 3.5-4 GB ഉണ്ട്. അപ്പം അത് ഓവർ ദ എയർ OTA അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. കഴിഞ്ഞ വർഷം നമുക്ക് iOS 13 ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം ബഗ് കൂടുതലുള്ള കാരണം തന്നെ പബ്ലിക് ഇത് ഏറ്റെടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് OTA കൊടുത്തിട്ടില്ലായിരുന്നു. ഈ തവണ ഇത് OTA ഉണ്ട്, ഓവർ ദ എയർ ഉണ്ട്. അപ്പം ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ഇങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നത്. അപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ബീറ്റ വേർഷനാണ്, ഡെഡിക്കേറ്റഡ് ഫോർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ, ജൂലൈ വരെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ പറ്റുന്നവർ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ജൂലൈയിൽ പബ്ലിക് ബീറ്റ ഇറങ്ങും, അതിനുശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ പോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ ഒന്ന് മറക്കാതെ എനേബിൾ ചെയ്യുക. സോ വൺസ് അഗെയിൻ, ദിസ് ഇസ് മീ Milan. Catch you guys in the next video. Till then, peace.